അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് നമ്മൾ വയൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ നമ്മുടെ കുടുംബ വയൽ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെ വാപ്പ എന്തൊക്കെയോ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എൻ്റെ വലിയ കർഷകനാകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. വാപ്പാടെ ചേട്ടനേക്കാളും വലിയ കർഷകനാകാനാണ് വാപ്പാടെ ശ്രമം. വാപ്പ കുറേ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറേ നെല്ല് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു പോയി. ഇപ്പോൾ പുതിയ കൃഷിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പയർ കൃഷി. ഇതെന്തേരാവോന്നൊന്നും അറിയാൻ വയ്യ. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നട്ടേക്കുന്ന കൃഷികൾ, അതിൻ്റെ ഇടയിൽ കുറേ മരക്കമ്പും കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട്. പണ്ട് ഇവിടെ നെല്ലായിരുന്നു വിതച്ചിരുന്നത്, അതെല്ലാം വെള്ളം വീത്താനുള്ള മടി കാരണം ഇവിടെ നട്ടിരുന്ന നെല്ല് കൃഷിയെല്ലാം കഴിഞ്ഞു പോയി. ഇനി ഉള്ളത് പയറാണ്, ഇതും കുറച്ച് നാൾ കഴിയുമ്പോൾ കഴിഞ്ഞു പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞങ്ങൾ വയലിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ജാസിത്താത്തി. സുന്ദരിയാണ്, സുമുഖിയാണ്, ഉപദേശിയാണ്, ബുദ്ധിശാലിയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു. ജാസിയുടെ ഉപദേശമാണ്, നമ്മളെ തന്നെ കളിയാക്കി പറയാം. ഇതൊരു മുസ്ലിങ്ങളുടെ ഭാര്യയാണ്, 2 മക്കളുണ്ട്. ഇതൊന്ന് ബത്തുൽ, ഇതൊന്ന് ബിലാൽ. നമ്മളെ കുടുംബം ഫുള്ള് കർഷകരാണ്. കർഷകർ നമ്പർ 1. പണിയെടുക്കാനുള്ള ത്വര കാരണമാണ് വാപ്പ പശുവിനെയൊക്കെ വളർത്തുന്നത്. പക്ഷേ നോക്കത്തുമില്ല, അഴിച്ചുകെട്ടത്തുമില്ല. ഇതാണ് നമ്മുടെ നടുവത്തുപ്പാപ്പ. ഉപ്പാപ്പയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. പുള്ളിയെക്കുറിച്ച് പറയുന്നത് ഒരു വ്ളോഗായി തന്നെ എടുക്കേണ്ടതുണ്ട്. വാപ്പായ അടച്ചിടാനുള്ള ബോക്സാണ്. കള്ളിത്താത്ത ജാമ്പയ്ക്ക് വരയ്ക്കുകയാണ്. ഇതാണ് ജാമ്പയ്ക്ക് വരച്ചോണ്ട് പോവാണ് താത്ത, കള്ളിത്താത്ത. നമ്മളെ കുടുംബം മുഴുവനും കോമഡിയാണ്. ഈ പശുവിനെ കുറിച്ച് ഒരു കഥ പറയാനുണ്ട്. ഈ പശു ആണെങ്കിൽ കല്യാണ സമയത്ത്, കാക്കയുടെ കല്യാണ സമയത്ത് വീട്ടിൽ നിർത്താൻ പറ്റത്തില്ലായിരുന്നു. ഇതിനെ നോക്കാനും അതിനൊക്കെ പാടായതുകൊണ്ട് വാപ്പയാണെങ്കിൽ ഇതിനെ കൊണ്ടുപോയി ഒരു സഹോദരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി, സഹോദരീൻ്റെ. അന്നേരം അവിടെയാണെങ്കിൽ ഇത്ര രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞാണ് വാപ്പ കൊണ്ടുപോയി നിർത്തിയത്. അവസാനം അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ തന്നെ കളഞ്ഞ് പിന്നെ വാപ്പ പോയി എടുത്തുകൊണ്ട് വരേണ്ടിയൊക്കെ വന്നു ഈ പശുവിനെ. അപ്പോൾ ആ സഹോദരീനെ ബുദ്ധിമുട്ടിച്ചതാണ് വാപ്പ. വാപ്പക്ക് നോക്കാൻ വയ്യാണ്ട് നൈസായിട്ട് അവിടെ നിർത്തിയിട്ട് തുച്ഛമായ പൈസ എടുത്ത് നോക്കിപ്പിക്കാന്നൊക്കെയാണ് വാപ്പ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. സഹോദരിക്ക് വാപ്പായേക്കാളും ബുദ്ധിയുണ്ട്. വാപ്പ പറയുകയാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ, നാട്ടുകാരെ വാഴപ്പഴമൊക്കെ ഫോട്ടോ എടുക്കാനാണ് വാപ്പ പറയുന്നത്. ഇത്രയും വലിയ കൊലയൊന്നും ഇല്ല വാപ്പാടെ ഇതിൽ. ഇത്രയും വലിയ വാഴയൊന്നും നിൽക്കൂല, ചെറിയ നട്ടതേ ഉള്ളൂ. ഇപ്പം തന്നെ വാപ്പക്ക് വ്ളോഗ് ഇടണമെന്നും പറഞ്ഞ് വാപ്പ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. വാപ്പ ചെയ്ത അധ്വാനമൊക്കെ നമ്മളെ കാണിച്ചു കൊടുക്കണമെന്നാണ് വാപ്പ പറയുന്നത്. ഞാൻ ഭയങ്കര അധ്വാനിയാണെന്നൊക്കെ വാപ്പ നാട്ടുകാരെ ഫുള്ളും കാണിക്കണമെന്നാണ് വാപ്പ പറയുന്നത്. വാപ്പ അവിടെ കൃഷി ചെയ്യുന്നത് തന്നെ അതിനു വേണ്ടിയാണ്, ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എടാ, നീ കർഷകരെ പറ്റി എന്തെങ്കിലും പറ. മനുഷ്യരുടെ അവസ്ഥ വലിയ ദാരുണാദ്യമാണ്. മനുഷ്യരുടെ അവസ്ഥ വളരെ മോശകരമാണ്. അവരുടെ വിയർപ്പുകളാണ് ഇവിടെ കൊലകളായി കായ്ക്കുന്നത്. അവർക്ക് എനിക്ക് താത്ത പറ നോക്കട്ടെ, താത്ത പറഞ്ഞാണ്. എനിക്ക് താത്ത പറയാന്ന് മീഡിയ ആവാത്ത രീതിയിൽ പറയാവുന്നതാണ്. താത്തയുടെ ചാനലിലൂടെ നമ്മൾ മാറും. ഞങ്ങൾ വയൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാപ്പാടെ അധ്വാനം, വിയർപ്പ് നമ്മൾ കാണാൻ പോവുകയാണ്. വാഴപ്പണകളുടെ ഇടയിലൂടെയും തോടിൻ സമീപത്തുകൂടെയും നമ്മളിങ്ങനെ പാടത്തിൽ കൂടെ നടന്ന് നമ്മൾ എത്താൻ പോവുകയാണ്. ഇതാണ് ഇല്യാസ് മാമ. ഇത് അടുത്ത കൃഷിക്കാരനാണ്, വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസിയാണ്. കൃഷി ഗ്രൂപ്പ്. വാപ്പായ അപരാധം പറയുന്ന ഇല്യാസ് മാമയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാപ്പയെ പറ്റിയുള്ള ഓരോ തമാശകൾ മാമ പറയുകയാണ്. വാപ്പ കർഷക സ്ത്രീ അവാർഡ് വാങ്ങിക്കുമെന്നാണ് ഇല്യാസ് മാമ പറയുന്നത്.
നമ്മുടെ നാട്ടിൽ ഭയങ്കര പന്നിശല്യമാണ്. ഇല്യാസാമ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ നമ്മുടെ അടുത്ത് പറയുകയാണ്. ഇവിടെ കിഴങ്ങ് നട്ടതെല്ലാം പന്നി കുത്തിയിടുന്നു എന്നൊക്കെ നമ്മളോട് പറയുവാണ്. വേലിയൊന്നും കെട്ടിയിട്ട് ഒരു ഉപയോഗവും ഇല്ല. അതിൽ കൂടെ തുളയിട്ടൊക്കെ പന്നി കയറി കിഴങ്ങെല്ലാം കുത്തിയിടുകയാണ്. വേലി കെട്ടിയിട്ട് പോലും എൻ്റെ കൃഷി പന്നി കയറി നശിപ്പിക്കുന്നു. വേലി പോലും കെട്ടാതെ കൃഷി ചെയ്യുന്ന നിൻ്റെ വാപ്പാടെ കഷ്ടപ്പാട് വെറുതെ ആകുമെന്നാണ് ഇല്യാസ് മാമ നമ്മളോട് പറയുന്നത്. പൊളിച്ച് അതുവഴി കണ്ണിട്ടിട്ട് ഞാൻ വാപ്പായെ കളിയാക്കൊക്കെ ചെയ്യുമെങ്കിലും വാപ്പ നൊമ്പും പിടിച്ച് കഷ്ടപ്പെട്ടതാണ്. ഇത് നശിക്കാതിരുന്നാൽ മതിയായിരുന്നു. വാപ്പച്ചി, നമുക്ക് ഡ്രോൺ പറത്തിയാലാ?